ഹലബല ഹലബല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവാധിപനായ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ സർവാധിപത്യത്തിൽ കർത്താവിന് തിന്മയിൽ നിന്ന് പോലും നന്മ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് അവിടുത്തെ സർവാധിപത്യം. ദ സോവറിനിറ്റി ഓഫ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിംഗിലേക്ക് വരാം. ഇരിക്കാം. ഗ്രൂപ്പ് നമ്പർ 1 വരാം. ഗ്രൂപ്പ് നമ്പർ 1. Yes. What do you know? പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. മത്തായി 16:23 ക്ലെയിം ചെയ്തുകൊണ്ട് ആണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ അതിൽ എൻ്റെ ഇത് പ്രാർത്ഥിച്ചപ്പം ആദ്യം ഒരു സ്കൂൾ ഘട്ടം കാണിച്ചു. പക്ഷെ അതെന്താണെന്ന് ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ല. പിന്നെ വേറൊരാൾക്ക് കുറേ കളറുള്ള റിബൺസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ കാണിച്ചു. പിന്നെ നെക്സ്റ്റ് മാർട്ടിനങ്ങൾ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പം അങ്കിളിനോട് എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ജോൺസ് ചേട്ടനാണ് പ്രാർത്ഥിച്ചത്. അപ്പം ചേട്ടനെ പ്രാർത്ഥിച്ചപ്പം ചേട്ടൻ വന്നതിനേക്കാൾ ഒരുപാട് ഫ്രീ ആയിട്ടുള്ളതുപോലെ ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഡാറിസ് ആൻറ്റിക്കാണ്. അപ്പം എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് വെച്ചാൽ കർത്താവിന് പക്ഷപാതം ഇല്ല എന്നുള്ളൊരു ഇതാണ് കിട്ടിയത്. പിന്നെ ലാസ്റ്റ് റോസാൻ ആൻറ്റിക്കാണ് പ്രാർത്ഥിച്ചത്. അപ്പം ആൻറ്റിയുടെ ഇതിൽ പ്രാർത്ഥിച്ചപ്പം ഒരു സ്നോ ഫ്ലേക്സ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ കാണിക്കുന്ന പോലെയാണ് ഈശോ കാണിച്ചത്. താങ്ക് യു. കഴിച്ചു കർത്താൻ നന്ദി പറയാം. നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്ക് പിശാചിനൊന്നും കിട്ടിയില്ലേ? ദൈവത്തിന് സ്തുതി. ഞങ്ങൾ ആദ്യമേ കോമൺ ആയിട്ട് എല്ലാവരും കൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു മെസ്സേജിൽ കണ്ടത്, വിഷനായിട്ട് കണ്ടത്. അതേപോലെ തന്നെ ലൂക്ക 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിലേക്ക് തിരികെ പോന്നു എന്ന് പറയുന്ന വചനം കിട്ടി. പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഗോൾഡൻ കീ ആണ് കണ്ടത്. അത് ഒരു ഡ്രോയറിൽ ആ കീ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട്. പിന്നെ ബി എൻലൈറ്റൻ ടു എൻലൈറ്റ്, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഈശോനെ പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ നമുക്കത് സാധിക്കൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഈ ഒരു എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചത് അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കിട്ടിയൊരു മെസ്സേജ് ഐ വിൽ ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ അത് ഇൻ്റർസെഷന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻ്റർസെഷന് വേണ്ടിയിട്ടുള്ളൊരു വിളിയിലേക്കാണ് നയിക്കുന്നത് അതിൻ്റെ ഒരു വിശദീകരണം വന്നത്. അപ്പോൾ അമ്മച്ചിയുടെ പ്രാർത്ഥന വഴിയായിട്ട് ലോകം മുഴുവനും കൃപ ഒഴുകുന്നതായിട്ട്. പിന്നെ യോഹന്നാൻ 14:27 ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്നുള്ളൊരു വചനം കൂടി ലഭിച്ചിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചത് ലിൻസി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അമലോത്ഭവ മാതാവിൻ്റെ ഒരു ചിത്രമാണ് കണ്ടത്. അതോടുകൂടി ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12:2 അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. ഈ ഒരു വചനവും ജെറമിയ 33:3 ലിൻസി ചേച്ചിക്ക് വചനമായിട്ട് ലഭിച്ചത്. ഷെർലി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഫൗണ്ടൻ ആണ് കണ്ടത്. അത് മുൻപ് ഗ്രൂപ്പായിരുന്നപ്പോഴും അതേ ഒരു മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ
പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഒരു മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ ഷേർലി ചേച്ചിയുടെ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്ന ഒരു അതിനെപ്പറ്റി ഉണ്ടായിരുന്ന ഒരു അനുഭവം പങ്കുവെക്കുമായിരുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് കാല് വയ്യാതിരുന്ന പ്ലാസ്റ്ററിട്ട് കിടന്നിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോൾ നടന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റിയ ഈ ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ, സാധാരണഗതിയിൽ പറഞ്ഞിരുന്നു, അതായത് 3 മാസം വരെ റെസ്റ്റ് വേണ്ട ഒരു കേസാണത്. ഇത്രയും വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്പാനിൽ അത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് ഓരോ നിമിഷവും നടത്തുന്ന ഒരു അനുഭവത്തെപ്പറ്റി ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനമായിട്ട് സൈച്ചേട്ടന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. സൈച്ചേട്ടന് ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്, അതായത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വചനമാണ് കിട്ടിയത്. ആങ്സൈറ്റീസ് എല്ലാം പേഴ്സണൽ പ്രേയറിൻ്റെ സമയത്ത് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവസാനം ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞ് പിരിഞ്ഞു. താങ്ക് യു. ഗ്രൂപ്പ് നമ്പർ 3. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരായിരുന്നു. ആദ്യം ബോബിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ കുറേ മെസ്സേജ് കിട്ടി. ഒന്ന് ധൈര്യമായിരിക്കുക എന്നുള്ളൊരു മെസ്സേജ്. പിന്നെ ജോഷുവ 1:9 നീ പോകുന്നിടത്തല്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു വചനം. പിന്നീട് കുറേ ഇങ്ങനെ വചനങ്ങൾ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ ജെറുസലേമിൽ തന്നെ വസിക്കുക. പിന്നെ യോഹന്നാന്റെ സുവിശേഷം, നിങ്ങളെ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പിന്നെ ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു എന്നുള്ള അത് 2 പ്രാവശ്യം വീണ്ടും 2 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് കിട്ടി. പിന്നെ മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 17 വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ബോബി കുട്ടികളോട് ദൈവാനുഭവം ഷെയർ ചെയ്യുന്നതായിട്ടുള്ള വിഷൻ മേരിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അത് ഇപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ അത് ബോധപൂർവം ചെയ്യാൻ, അതിലൂടെ കുട്ടികളിലേക്ക് ഒത്തിരി ഗ്രേസ്, ഇങ്ങനെ കൃപ ഒഴുകുന്നതായിട്ട് ഉള്ള ഫീല് മേരിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ ബോബിക്ക് കിട്ടുന്ന ഡെലിവറൻസ് മക്കളിലേക്കും അത് പകരപ്പെടുന്നതായിട്ട്, അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതായിട്ടും കിട്ടുകയുണ്ടായി. പിന്നെ പേഴ്സണൽ പ്രെയർ ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജ്. ഇത്രയാണ് ബോബിക്ക് കിട്ടിയത്. മേരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, നമ്മൾ ഒത്തിരി പഴയ ഒരു പ്രാർത്ഥനയുള്ള വിളവിൻ്റെ കതിരുകൾ വീശണമെന്നൊക്കെയുള്ള ആ പ്രാർത്ഥന. പിന്നെ റിന്യൂ ദ ഫേസ് ഓഫ് എർത്ത് എന്ന ഒരു സ്വരം. പിന്നെ കർത്താവിൽ ആശ്രയിക്കുന്ന വീണ്ടും ശക്തി പ്രാപിക്കും യെശയ്യാ 40:31 ആ വചനം. പിന്നെ പുതിയ സ്നേഹം കൊണ്ട് നിറയുന്നതായിട്ടുള്ള സന്ദേശം. അടുത്തത് എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നുള്ള ആ ഒരു വചനം. പിന്നെ വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ള അങ്ങനെ ഒരു സ്വരം. പിന്നെ 1 കൊറിന്ത്യസ് 15:58 കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കുവിൻ. പിന്നെ ആ വചനം ലഭിക്കുകയുണ്ടായി. പിന്നെ പ്രായമുള്ള ഒരു അപ്പച്ചനെ അമ്മച്ചയും എൻ്റെ മാതാപിതാക്കളാണോ എന്നറിയില്ല, അങ്ങനെ ഒരു വിഷൻ കാണുകയുണ്ടായി. ലാസ്റ്റ് അനുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അനു ഒത്തിരി തിരക്ക് പിടിച്ച് ഇങ്ങനെ പണി ചെയ്യുന്നതായിട്ട്, ജോലി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ മറ്റുള്ളവരെ കേൾക്കാനായിട്ടുള്ള ഒരു കൃപ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അനുവിനും അങ്ങനെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. പിന്നെ അനു എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിനായി ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം. ഇത്രയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. താങ്ക് യു.
Group number 4. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ പൊതുവായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ സുനിലിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം വിശ്വാസത്തിൻ്റെ മേഖലയിൽ കുറവുണ്ടോ എന്ന് മഞ്ജുവിന് ഒരു മെസ്സേജ് കിട്ടി. പിന്നെ ഭയത്തിൻ്റെ എന്തെങ്കിലും മേഖലകളുണ്ടോ, പിന്നെ എന്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വരുന്നത് പോലെ. പിന്നെ മഞ്ജുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പുറമേ നിന്ന് സംസാരിച്ച് തടസ്സപ്പെടുത്തുന്ന ഒരു ഫോഴ്സ്, അത് ആ ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരു കുറവ് വരുന്നത് പോലെ. പിന്നെ കാലിന് വേദന, ചിന്തകളിൽ അവിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ ഉയരുന്നത് പോലെ. കർത്താവ് വേലി കെട്ടി മഞ്ജുവിൻ്റെ സ്ഥലത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കിട്ടും. പിന്നെ സ്കൂൾ ലൈഫിനെ പറ്റി ചോദിച്ചു. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ 5ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിലായിരുന്നു എന്നുള്ള ആ ഒരു വിഷമം മഞ്ജുവിൽ ഉണ്ടെന്ന് മഞ്ജു പറഞ്ഞു. പിന്നെ ജോബിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടോ, അപ്പച്ചനെ അത് റോൾ മോഡലാക്കിയിട്ടുണ്ടോ എന്ന്. അത് ഈശോയുടെ സ്വഭാവത്തിലേക്ക് മാറ്റപ്പെടണം. ആ പാരമ്പര്യ സ്വഭാവം മാറി. പിന്നെ ബോധ്യതലങ്ങളിലുള്ള ചിന്തകൾ മാറി ഈശോയുടെ ആ ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പം ആദ്യത്തെ ആ ഒരു വിശ്വാസം, ആ വിശ്വാസ തലത്തിലുള്ള കുറവ്, പണ്ടത്തെ പോലെയുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ കയ്യിൽ നിന്നും ചൂട് പിടിക്കുന്ന പോലെ അനുഭവം ഉണ്ടോ, അത് പഴയതുപോലെയാണോ, അതോ ഇപ്പം അതിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന്. പിന്നെ 1 കൊറിന്ത്യസ് 12:1 വചനമാണ് കിട്ടി. അത്രയും. Yes. Praise the Lord. Stop here.